എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. ചിത്രത്തിന്റെ 5-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും അതുപോലെ തന്നെ ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള വേൾഡ് വൈഡ് റെസ്റ്റ് ഓഫിന്റെ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത് മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ഇതിനോടകം തന്നെ വമ്പൻ താരകമായി മാറിക്കൊണ്ടിരിക്കുന്ന L2 എമ്പുരാൻ. ആദ്യ ദിവസം മുതലേ മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ പൊളിത 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 42 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം ആദ്യ 4 ദിവസം കൊണ്ട് 24 കോടി 70 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് മാത്രം 108 കോടി 20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 175 കോടി 60 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ സിനിമയായി 2018 മാറിയിരുന്നു. 2018 സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 175 കോടി രൂപയായിരുന്നു. ഇപ്പോൾ ഇത് എമ്പുരാൻ എന്ന സിനിമ 2018 എന്ന സിനിമയുടെ ആ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ വെറും 4 ദിവസം കൊണ്ട് മറികടന്നിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ 5-ാം ദിവസമായ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 4-ാം ദിവസമായ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 11 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. 5-ാം ദിവസമായി ഇന്ന് ചിത്രത്തിന്റെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 10 കോടിക്കടുത്ത് രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ 4 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 42 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 5-ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 52 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെ എമ്പുരാൻ എന്ന സിനിമ മറ്റൊരു നേട്ടം കൂടി ഇപ്പോൾ ഇത് കൈവരിച്ചിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ കയറുന്ന മലയാള സിനിമയായി ഇതിനോടകം തന്നെ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. ഇതോടെ വെറും 5 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ മാത്രം 25 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം എമ്പുരാൻ എന്ന സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 5-ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 25 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 4-ാം ദിവസമായ ഇന്നലെ മാത്രം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 40 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. ഇനി ചിത്രത്തിന്റെ 5-ാം ദിവസമായ ഇന്നത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 25 കോടി 30 കോടി റേഞ്ചിലാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ 4 ദിവസം കൊണ്ട് 175 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ ഇന്നത്തെ കളക്ഷനോടെ ചിത്രം 200 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അതിനിടയിൽ ചിത്രം 200 കോടി ക്ലബിൽ കയറി എന്നുള്ള പോസ്റ്റർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഈ കാണുന്ന പോസ്റ്ററാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടെ എമ്പുരാൻ എന്ന സിനിമ മറ്റൊരു മൈൽ സ്റ്റോണിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മലയാള സിനിമയിൽ അതിവേഗത്തിൽ 200 കോടി ക്ലബിൽ കയറുന്ന മലയാള സിനിമ കൂടിയായി ഇതിനോടകം തന്നെ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. അതോടൊപ്പം മലയാള സിനിമയിൽ മഞ്ഞുമൽ ബോയ്സിന് ശേഷം 200 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയായി എമ്പുരാൻ മാറിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആകെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 205-210 കോടി റേഞ്ചിലാണ്. ചിത്രം ഈ വീക്കെൻഡോടെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 250 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.